നമ്മുടെ കേരളത്തിൽ എന്നല്ല ദേശീയ തലത്തിൽ തന്നെ വിവാദമായ ഒരു സിനിമയുണ്ടായിരുന്നു. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ 2002 ഗുജറാത്ത് കലാപത്തെ ഇതിവൃത്തമാക്കി കേരളത്തിലെ ഒരു പ്രമുഖ നടൻ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത പടമാണ് L2 എമ്പുരാൻ എന്ന് പറയുന്നത്. ആദ്യമേ തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരു സിനിമയെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നത്, ഒന്ന്, ആ സിനിമയുടെ നിരൂപണമല്ല നമ്മൾ നടത്തുന്നത്. രണ്ടാമത്തേത്, ആ സിനിമയുടെ ഉള്ളടക്കത്തെക്കുറിച്ചുമല്ല നമ്മൾ സംസാരിക്കുന്നത്. അതൊന്ന് വിശദീകരിക്കുക എന്നതല്ല. അല്ലെങ്കിൽ ഈ സിനിമ നിങ്ങളെല്ലാവരും കാണണം എന്ന് പറയാനുമല്ല നമ്മളിപ്പോൾ ഇത് പറയുന്നത്. മറിച്ച് ഒരു മലയാള സിനിമയെ മുൻനിർത്തി സംഘപരിവാർ ഇവിടെ കുരച്ചു ചാടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരു സിനിമയെ മുൻനിർത്തി കുടിലമായ അവരുടെ തന്ത്രങ്ങൾ, അതിനെക്കുറിച്ചുള്ള ചില സംഗതികൾ നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ അറിവിലേക്കാണ് നമ്മളിത് പറയുന്നത്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ മറ്റൊന്നിനുമല്ല, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് എത്രമാത്രം പ്രകോപനപരവും പ്രതിലോമകരവുമാണ് എന്നതിനെക്കുറിച്ച് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഏതൊരു മുസ്ലിമും അല്ലെങ്കിൽ ഏതൊരു മുസ്ലിമിനും ഒരു ധാരണ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. നമ്മുടെ ചുറ്റുവട്ടം എത്രമാത്രം പ്രകോപനപരമാണ് എന്നതിനെക്കുറിച്ച് ഒരു ധാരണ നമുക്കുണ്ടാകണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഒരുപക്ഷെ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ച് വേണ്ടത്ര ഒരു ധാരണ അളവിൽ, ഇവിടെ കുറെ ഒച്ചപ്പാടും ബഹളമൊക്കെ നടക്കുന്നു എന്നതിൽ കവിഞ്ഞ് അതിൻ്റെ പുറകിലുള്ള പൊളിറ്റിക്സ് ഒന്നും ഒരുപക്ഷെ സാധാരണ ജനങ്ങൾ വേണ്ടത്ര അളവിൽ ചിന്തിച്ചു കൊള്ളണമെന്നില്ല. പ്രത്യേകിച്ച് സിനിമ എന്ന് പറയുന്നത് ഒരു എന്റർടൈൻമെന്റ് ചോയ്സ് ആയതുകൊണ്ട് അതിനെക്കുറിച്ച് വേണ്ടത്ര ആലോചിക്കാൻ സാധ്യത കുറവാണ്. ഞാൻ പറഞ്ഞു, ആ സിനിമ എന്ന് പറയുന്നത് 2002 ഗുജറാത്തിൽ നടന്ന വംശഹത്യയുമായി ബന്ധപ്പെട്ട് അതിനെ ഇതിവൃത്തമാക്കി അവതരിപ്പിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അതായത് 23 കൊല്ലമായി ഗുജറാത്ത് കലാപം നടന്നിട്ട് ഏതാണ്ട് 1/4 നൂറ്റാണ്ടോളം പിന്നിടുകയാണ് നമ്മൾ ആ വംശഹത്യ നടന്നിട്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ആ വംശഹത്യ അവിടെ നടക്കുമ്പോൾ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഗുജറാത്ത് വംശഹത്യ ഒരിക്കലും ഒരു വർഗീയ കലാപമായിരുന്നില്ല. പ്രത്യേകിച്ച് പുതിയ തലമുറയൊക്കെ ഇതിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. അവർ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. അത് ഞാൻ വഴിയെ പറയാം. അത് തികച്ചും ഏകപക്ഷീയമായ സംഘപരിവാറിന്റെ ഭാഗത്ത് നിന്ന് വന്ന വംശീയമായ ഉന്മൂലനമായിരുന്നു. ഒരു വർഗീയ കലാപോ ഒന്നുമല്ല, അത് ഏകപക്ഷീയമായ ഉന്മൂലനമായിരുന്നു. ഏതാണ്ട് 2000-ഓളം വരുന്ന മുസ്ലിങ്ങൾ അതിനകത്ത് തുടച്ചു നീക്കപ്പെട്ടു എന്നുള്ളതാണ്. സ്ത്രീകളും കുട്ടികളും അടക്കം, ഗർഭിണികളടക്കം 2000-ഓളം മുസ്ലിങ്ങൾ അതിനകത്ത് തുടച്ചു നീക്കപ്പെട്ടു. 10,000-ലേറെ ആളുകൾക്ക് നാട് വിട്ടു പോകേണ്ടി വന്നു. ഏതാണ്ട് 1700-ഓളം വരുന്ന വീടുകളും 2000-ഓളം വരുന്ന കടകളും 76-ഓളം വരുന്ന ആരാധനാലയങ്ങളും അതിനകത്ത് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. അതാണ് ഗുജറാത്ത് വംശഹത്യ എന്ന് പറയുന്നത്. ഈ വംശഹത്യ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അത് ഇവിടെ സംഘപരിവാറിനെ വല്ലാണ്ട് പ്രകോപിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സംഘപരിവാറിന്റെ സ്വതന്ത്ര ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഏറ്റവും നിഷ്ഠൂരമായ വംശഹത്യയായിരുന്നു ഈ പറയുന്ന ഗുജറാത്ത് വംശഹത്യ എന്ന് പറയുന്നത്. ക്രൂരമായ, ഹൃദയം കല്ലിച്ചു പോകുന്ന, മരവിച്ചു പോകുന്ന രൂപത്തിലുള്ള കൈക്രിയകളാണ്, ക്രൂരതകളാണ്, ഭീകരതകളാണ്, ഭീവത്സതകളാണ് അവർ ഗുജറാത്തിൽ കാട്ടിക്കൂട്ടിയത്. സംഘപരിവാറിന്റെ ഭീകരമുഖം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി നമ്മൾ അന്നു മുതൽ ഇന്നുവരെ ഉദാഹരിക്കുന്നത് ഈ ഗുജറാത്ത് കലാപത്തിലെ ഭീകരമായ ചില രംഗങ്ങളാണ്. കൗസർ ബാനു എന്ന് പറയുന്ന
ഒരു സ്ത്രീ, 9 മാസം ഗർഭിണിയായ ഒരു സ്ത്രീയെ അതിക്രൂരമായി ബലാത്സംഗം നടത്തി അതിനുശേഷം അവരുടെ വയറ് കുത്തിക്കീറി 9 മാസം മാത്രം പ്രായമുള്ള ഭ്രൂണത്തെ പുറത്തെടുത്ത് അതിനുശേഷം ആ ഭ്രൂണത്തെയും അതിനെ ഗർഭം ധരിച്ചിരുന്ന ഉമ്മയെയും കൂട്ടിയിട്ട് പെട്രോൾ ഒഴിച്ച് ഈ കശ്മലന്മാർ കത്തിച്ച് കരിച്ചു കളഞ്ഞു. അവർ പകുതി ഉടുപ്പുമായി പകുതി കരിഞ്ഞ അവസ്ഥയിലാണ് അവരുടെ വീടിന്റെ മുറ്റത്ത് അവർ കിടന്നിരുന്നത് എന്ന് അതിനെക്കുറിച്ച് അന്വേഷണ ഏജൻസികളൊക്കെ പറയുന്നു. അക്കാലത്ത് അതിന്റെ റിപ്പോർട്ടുകളൊക്കെ വളരെ ശക്തമായ തോതിൽ മാധ്യമങ്ങളിലൊക്കെ വന്നതാണ്. രണ്ടാമത്തത്, അതവർ രക്തസാക്ഷിയായി, ആ ഉമ്മയും ആ കുഞ്ഞും രക്തസാക്ഷിയായി. എന്നാൽ അതിന് ജീവിക്കുന്ന ഒരു രക്തസാക്ഷിയുണ്ട്, ബിൽക്കിസ് ബാനു എന്ന് പറയുന്നത്. ബിൽക്കിസ് ബാനു എന്ന് പറയുന്ന ആ സ്ത്രീ പീഡിപ്പിക്കപ്പെടുമ്പോൾ അന്ന് 5 മാസം ഗർഭിണിയാണവർ. 5 മാസം ഗർഭിണിയായിട്ടുള്ള ആ ചെറുപ്പക്കാരിയെ അതിക്രൂരമായി ബലാത്സംഗം, ഗ്യാങ് റേപ്പ് ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അവർ ചെയ്തത്. മരിച്ചു എന്ന് തോന്നിയതുകൊണ്ട് അവർ ഒഴിഞ്ഞുപോയതാണ്. എന്ന് മാത്രമല്ല, ആ സമയത്ത് അവരുടെ കയ്യിൽ പിടിച്ച് അവരുടെ 3 വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടിയെ കാലിൽ പിടിച്ച് താഴെ അവരുടെ മുൻപിൽ, സ്വന്തം മാതാവിന്റെ മുൻപിൽ വെച്ച് തറയിലടിച്ച് കൊല്ലുകയാണ് ചെയ്തത് ഇവർ. ഇതുപോലെ എത്രയോ ക്രൂരകൃത്യങ്ങളാണ് അന്ന് ആ സമയത്ത് നടന്നത് എന്ന് നിങ്ങൾക്കറിയോ? അത്രയും ക്രൂരമായ ഒരു ദൃശ്യം ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ, സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. പെട്രോൾ ഒഴിച്ച് വ്യാപകമായിട്ട് ആളുകളെ കത്തിക്കുകയായിരുന്നു അവിടെ. വീടുകൾ കൊള്ളയടിക്കുന്നു, കടകൾ കൊള്ളയടിക്കുന്നു. ഈ ദൃശ്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടല്ലെങ്കിലും എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിൽ അയവിറക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആവിഷ്കരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ജനം അറിയുക എന്ന് പറഞ്ഞാൽ അത് സംഘപരിവാർ ഇഷ്ടപ്പെടുന്നതല്ല. ഇത് ജനങ്ങൾ അറിയുക, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇത്രയും വലിയ ക്രൂരകൃത്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് അറിയുന്നത് സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ദേഷ്യം പിടിപ്പിക്കുന്ന പണിയാണ്. അപ്പോ ആ അയവിറക്കൽ കഥയിലൂടെയാണെങ്കിലും കവിതയിലൂടെയാണെങ്കിലും അതുപോലെ തന്നെ നാടകത്തിലൂടെയാണെങ്കിലും കലയിലൂടെയാണെങ്കിലും സിനിമയിലൂടെയാണെങ്കിലും അത് ചെയ്യുന്ന ആളെ നോട്ടപ്പുള്ളിയാക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് തന്നെയാണ് സംഘപരിവാർ ഈ സിനിമയുടെ കാര്യത്തിലും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് പൃഥ്വിരാജിനെ രാജ്യദ്രോഹി എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് 24 ഭാഗങ്ങളിൽ കത്രിക വച്ചിട്ട് ഇപ്പോ അത് തിയേറ്ററുകളിൽ ഓടുന്നുണ്ട്. ആദ്യം 17 എന്ന് പറഞ്ഞു, പിന്നെ 24 വെട്ടിയിട്ടാണ് ഇപ്പോൾ അത് വന്നിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രയൊക്കെ ഇത് വെട്ടിയാലും, എത്രയൊക്കെ ഇത് മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും, അതെല്ലാം മേഘം മാറുമ്പോൾ സൂര്യൻ വ്യക്തമാകുന്നത് പോലെ ഗുജറാത്ത് കലാപവും വ്യക്തമായിക്കൊണ്ടിരിക്കും. മേഘം മാറുമ്പോൾ സൂര്യൻ അതിന്റെ വെളിച്ചമാണ് പ്രസരിപ്പിക്കുന്നതെങ്കിൽ, മേഘം മാറുമ്പോൾ ഗുജറാത്ത് കലാപം അതിന്റെ ഭീകര ദൃശ്യമാണ് പ്രകടിപ്പിക്കുന്നത് എന്നതാണ് ഒരു വ്യത്യാസമുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് അള്ളാഹുവിന്റെ ഞാൻ ആമുഖത്തിൽ ഒഴുകി വെച്ച ഒരു ഇടപെടലുണ്ട്. അഥവാ ഈ എമ്പുരാനിലൂടെ ഉടയതമ്പുരാന്റെ ഒരു ഇടപെടൽ ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സത്യത്തിൽ ഈ സിനിമക്ക് നേരെ കുറച്ച് ചാടാതിരുന്നെങ്കിൽ, ഒന്നും പറയാതിരുന്നെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, സിനിമ എന്ന് പറഞ്ഞാൽ ആളുകൾ അതിനെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ടാണ് കാണുന്നത്. അത് കണ്ട് അതങ്ങനെ അവസാനിച്ചു പോയേനെ. അവര് കണ്ട ആളുകൾ വീട്ടിലേക്ക് പോകും, അത്രേ ഉള്ളൂ. പിന്നെ ചർച്ച ചെയ്യുന്നത് എന്താ? അതിനെത്ര കളക്ഷൻ കിട്ടി, എത്ര രൂപ കിട്ടി എന്നുള്ള ചർച്ചയായിരിക്കും പൊതുജനത്തിന്റെ മുൻപിൽ ഉണ്ടാവുക. അല്ലെങ്കിൽ അതൊക്കെ കൊണ്ടു നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ ഉണ്ടാകുന്നത് എന്തായിരിക്കും? അതിനെത്ര രൂപ കിട്ടി, ബോക്സ് ഓഫീസിൽ എത്ര കളക്ഷൻ ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ചൊക്കെ ചിന്തകളായിരിക്കും. ഇപ്പോ അതല്ല സംഭവം, എത്ര കളക്ഷൻ കിട്ടി എന്നുള്ളതല്ല സംഭവം. മറിച്ച് എന്താണ് ഗുജറാത്ത് കലാപം, എന്താണ് ഗോദ്ര സംഭവം, ആരാണ് ഈ ബാബു ബജ്രംഗി എന്ന് പറയുന്ന ആള് എന്നൊക്കെയുള്ള അന്വേഷണങ്ങൾ ശക്തമായ തോതിൽ ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ്. ഒമാ യംകുറൂന ഇല്ലാ ബി അൻഫുസിഹിം വലാ യശ്ഉറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഒമാ യംകുറൂന ഇല്ലാ ബി അൻഫുസിഹിം വമാ യശ്ഉറൂൻ. അഥവാ അവർ തന്ത്രം മെനയുന്നു, പക്ഷേ ആ തന്ത്രത്തിൽ അവർ തന്നെ വീണുപോകുന്നു. വമാ യശ്ഉറൂൻ, പക്ഷെ അക്കാര്യം അവർ അറിയുന്നില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. ഇതിനെതിരെ മിണ്ടാതിരുന്നെങ്കിൽ അതങ്ങോട്ട് പോയേനെ. ഇപ്പോ ഗുജറാത്ത് കലാപം എന്താണ്? 2002 നടന്നത്. അതിനുശേഷം ജനിച്ച കുട്ടികൾ വരെ ഇപ്പൊ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, ബാബു ബജ്രംഗിയെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അയാളുടെ തെഹൽക്കയുടെ സ്റ്റിൽ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട്
ഒളിക്യാമറ റെക്കോർഡിംഗ് വീഡിയോ ഒക്കെ ഇന്നും യൂട്യൂബിൽ ലഭ്യമാണ്. അതൊക്കെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ സൈറ്റ് പിന്നെ ഇതൊക്കെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാം സബ്സ്ക്രൈബേഴ്സും കൂടിയിട്ടുണ്ട്, അവിടെ എല്ലാം വ്യൂസും കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ എല്ലാ ചാനലുകളും, ജനം TV ഞാൻ കണ്ടിട്ടില്ല, അത് കണ്ടവരുണ്ടെങ്കിൽ അവർക്കറിയാൻ പറ്റും. അത് ഒഴിച്ചു നിർത്തിയാൽ അത് കാണിക്കാൻ സാധ്യത കുറവാണ്. ബാക്കി എല്ലാ ചാനലുകളും വളരെ മനോഹരമായിട്ട് ഈ രംഗങ്ങൾ ചിത്രീകരിക്കുന്നുണ്ട്, ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഗുജറാത്ത് കലാപത്തിൽ എന്തൊക്കെയാണ് നടന്നത്, എത്ര പേരാണ് മരിച്ചത്, ആരൊക്കെയാണ് കൊന്നത്, ഈ 3 ബ്രിട്ടീഷ് കഴിഞ്ഞ ദിവസം ഇന്നലത്തെ പത്രത്തിൽ ഒരു വാർത്തയുണ്ട്. അഥവാ ഗുജറാത്ത് കലാപത്തിന്റെ സമയത്ത് ആഗ്രയും ജയ്പൂരും സന്ദർശിക്കാൻ വേണ്ടി വന്ന 3 ബ്രിട്ടീഷ് മുസ്ലിങ്ങളെ അവർ ജയ്പൂരും ആഗ്രയും സന്ദർശിച്ചതിന് ശേഷം തിരിച്ചു പോകുമ്പോൾ അവരെ തടഞ്ഞു നിർത്തി, അവരുടെ വാഹനം തടഞ്ഞു നിർത്തി, അവരെ കൊന്നുകളഞ്ഞു. 6 പേര് അതിനകത്ത് പ്രതികളാണ്. ആ 6 പേരെയും കോടതി വെറുതെ വിട്ടു, ഗുജറാത്ത് ഹൈക്കോടതി വെറുതെ വിട്ടു എന്ന വാർത്തയാണ് ഇന്നലെ പത്രത്തിലുള്ളത്. നമ്മളൊന്ന് ആലോചിക്കണം. അപ്പോൾ അതെല്ലാം ജനം, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ഈ ബാബു ബജരംഗി ആരാണ് എന്നൊക്കെ ഉള്ള അന്വേഷണവും എന്തൊക്കെയാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്ന അന്വേഷണവും ഒക്കെ നടത്തി. ഓ മക്കറല്ലാഹി വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. അവരും തന്ത്രം പ്രയോഗിക്കുന്നു, അള്ളാഹുവും തന്ത്രം പ്രയോഗിക്കുന്നു. വല്ലാഹു ഖൈറുൽ മാക്കിരീൻ, തന്ത്രം പ്രയോഗിക്കുന്നതിൽ അതിവിദഗ്ധൻ അള്ളാഹു ആണ് എന്ന് പറഞ്ഞതുപോലെയാണ്. ഖുർആൻ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ അവർ തന്ത്രം മെനയുന്നു, പക്ഷെ ആ തന്ത്രത്തിനകത്ത് അവർ തന്നെ കുടുങ്ങുന്നു എന്ന് പറയുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഈ എമ്പുരാനുമായി ബന്ധപ്പെട്ട് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇവര് കുരച്ചു ചാടും എന്നുള്ളത് സത്യമാണ്. കുരച്ചു ചാടും. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും അത് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഈ രംഗങ്ങളൊക്കെ അതിനകത്തുണ്ട്. അതൊക്കെ ഇപ്പോൾ ഓൾറെഡി എഡിറ്റ് ചെയ്യുകയോ മ്യൂട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. ഈ ഭീകര ദൃശ്യങ്ങളൊക്കെ ഇപ്പോഴും അതിനകത്ത് പലതും ബാക്കി നിൽക്കുന്നുണ്ട് എന്നാണ് അത് കണ്ടവർ പറയുന്നത്. കണ്ടാൽ ഇത് ഗുജറാത്ത് കലാപമാണെന്ന് ഇപ്പോഴും മനസ്സിലാകുന്ന രൂപത്തിലാണ് അതൊക്കെ ഉള്ളത്. അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും പഠനങ്ങളും ഒക്കെ അല്ലാതെയും നടക്കുന്നു. അത് ആ നിലക്ക് ഈ നീണ്ട 23 കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് അത് വീണ്ടും ആ മേഘമറ നീങ്ങി പുറത്തു വരുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ആരൊക്കെ എത്രയൊക്കെ മൂടി വച്ചാലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇതാണ് നിങ്ങളുടെ മുഖം എന്ന് ഇവിടെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. അതിനപ്പുറം ഇവർ കണക്ക് പറയേണ്ടി വരുന്ന ഒരു വേദിയും ഉണ്ടാകും. അതിനകത്തും യാതൊരു സംശയവുമില്ല. അത്രമാത്രം ക്രൂര ഹത്യകളാണ് അവിടെ നടന്നത്, വംശീയ ഉന്മൂലനമാണ് അവിടെ നടന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ ഇതിനെ സംബന്ധിച്ച് ഇപ്പൊ അവർ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് സംബന്ധമായിട്ട് 3 ലേഖനങ്ങളാണ് RSSന്റെ മുഖപത്രമായ ഓർഗനൈസറിൽ വന്നത്. 3 ലേഖനങ്ങൾ. ആ ലേഖനത്തിൽ പറയുന്നത് ഈ സിനിമ ഹിന്ദു വിരുദ്ധമാണ്, ഈ സിനിമ മൊത്തം ഹിന്ദുക്കളെ അധിക്ഷേപിക്കലാണ് എന്നാണ് ഓർഗനൈസർ പറയുന്നത്. നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, ആ സിനിമ കണ്ടിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം, ആ സിനിമയിൽ ഇവിടുത്തെ ഹിന്ദു ദൈവങ്ങളെയോ ഹിന്ദു ആചാര്യന്മാരെയോ ഹിന്ദു പുരാണങ്ങളെയോ ഒന്നും കുറ്റപ്പെടുത്തുന്നില്ല, ഒന്നിനെയും ആക്ഷേപിക്കുന്നില്ല. അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളൊന്നും തന്നെ ആ സിനിമയിലില്ല. ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാർ ആരാധിക്കുന്ന ആരാധ പുരുഷന്മാരെ കുറിച്ചോ അല്ലെങ്കിൽ അവർ ബഹുമാനിക്കുന്ന ആചാര്യന്മാരെ കുറിച്ചോ അവരുടെ വേദഗ്രന്ഥങ്ങളെ കുറിച്ചോ ഉള്ള ഒരു പരാമർശം, അവരുടെ പുണ്യകേന്ദ്രങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങളോ ഒന്നും അതിനകത്തില്ല. പക്ഷെ എന്നിട്ടും ഇത് ഹിന്ദു വിരുദ്ധമാകുന്നതിന്റെ മാജിക്കും ലോജിക്കും എന്താണ്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊന്നും അതിനകത്തില്ല. എന്നിട്ടും ഇത് ഹിന്ദു വിരുദ്ധമാണ്, ഇത് പിന്നെ മൊത്തം ഹിന്ദുക്കളെ അധിക്ഷേപിക്കലാണ്. ഇവിടെയാണ് നമ്മൾ അതിന്റെ മാജിക്കും ലോജിക്കും അറിയേണ്ടത്, മറ്റൊന്നുമല്ല. ഇവിടെ സംഘ് പരിവാർ ഇവിടെ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, അഥവാ ഇവിടെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ നിർമ്മിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു നിർമ്മിതി എന്താണെന്ന് ചോദിച്ചാൽ, സംഘ് പരിവാറിനെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുക്കളെ വിമർശിക്കലാണ്. സംഘ് പരിവാറിനോട് ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞാൽ, സംഘ് പരിവാറിനെ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇവിടത്തെ ഹിന്ദുക്കളെ ചോദ്യം ചെയ്യലാണ്. മോദി സർക്കാരിനെ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തെ ചോദ്യം ചെയ്യലാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശക്തമായ ശ്രമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചൊക്കെ അവർ വിജയിക്കുന്നുണ്ട്, കുറച്ചൊക്കെ അതിനകത്ത് വിജയിക്കുന്നുണ്ട്. സംഘപരിവാറിനെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദുക്കളെ വിമർശിക്കലാണ് എന്ന ഒരു നരേറ്റീവ്, എന്നൊരു ആഖ്യാനം ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ്. മോദി സർക്കാരിനെ വിമർശിക്കുക, ഒരിക്കലും ഒരു സർക്കാരിനെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ അത് രാജ്യത്തെ വിമർശിക്കലല്ല, അത് ദേശത്തെ വിമർശിക്കലല്ല, അത് ദേശദ്രോഹ പ്രവർത്തനവുമല്ല. ഇതൊക്കെ തിരിച്ച് നമ്മൾ നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ പക്ഷെ ഇവർ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്
സംഘ് പരിവാറിനെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ, RSSനെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ, ബജറംഗളിനെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ, BJP വിമർശിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദുക്കളെ വിമർശിക്കലാണ് എന്നാണ്. ഒരിക്കലുമല്ല. ഹിന്ദുത്വയും ഹിന്ദുമതവും ഹിന്ദുക്കളും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ഹിന്ദുത്വ എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഇവിടുത്തെ ഹിന്ദുക്കൾ എന്നല്ല. ഹിന്ദുത്വ എന്ന് പറഞ്ഞാൽ ഹിന്ദുമതവുമല്ല, ഹിന്ദുത്വ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുമല്ല. ഹിന്ദുത്വ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം കുടിലമായ വംശീയ വിദ്വേഷത്തിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ ആശയമാണ് ഹിന്ദുത്വ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹിന്ദുത്വയും ഹിന്ദുമതവും തമ്മിൽ അജഗജാന്തരമുണ്ട്. ഗുജറാത്ത് കലാപത്തിൽ പങ്കെടുത്തവർ ഹിന്ദുക്കളാണെന്ന് ഇവിടത്തെ മാനവിക ബോധമുള്ള ഏതെങ്കിലും ഹിന്ദു സമ്മതിക്കോ? മാനവിക ബോധമുള്ള അല്ലെങ്കിൽ ഹൈന്ദവ ദർശനങ്ങളിലൂടെ ജീവിക്കുന്ന അല്ലെങ്കിൽ സനാതന ധർമ്മത്തിലൂടെ ജീവിക്കുന്ന ഏതെങ്കിലും ഹിന്ദു ചെയ്യുമോ? ഗുജറാത്തിൽ കാണിച്ചതുപോലെ പൂർണ്ണ ഗർഭിണിയായ ഒരു പെണ്ണിന്റെ വയറ് കുത്തിക്കീറി അവളെ ബലാത്സംഗം ചെയ്തതിന് ശേഷം കുത്തിക്കീറി ആ ഭ്രൂണം കത്തിച്ചു കളയുക എന്ന് പറയുന്നത് ഒരു ഹിന്ദു ആവണ്ട, നേരെ ചൊവ്വേ മനസ്സ് നിലനിൽക്കുന്ന ഒരു മനുഷ്യൻ ചെയ്യില്ല. മനുഷ്യൻ ചെയ്യില്ല. മൃഗം ചെയ്യൂലല്ലോ. മൃഗം ആ പണി ഒരിക്കലും ചെയ്യൂല. അതുകൊണ്ട് മൃഗീയമാണെന്നൊന്നും നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. കാരണം മൃഗം ഒരിക്കലും ചെയ്യില്ല അത്. അതുകൊണ്ട് മൃഗീയമെന്ന് നമുക്ക് വിശേഷിപ്പിക്കുന്ന മൃഗത്തെ ആക്ഷേപിക്കലും പരിഹസിക്കലും ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഹിന്ദുമതവും ഹിന്ദുത്വവും തമ്മിൽ രണ്ടും രണ്ടാണ്. കാസയും ക്രിസ്ത്യാനിയും വ്യത്യസ്തമാണ്. കാസ വേറെ, ക്രിസ്ത്യാനി വേറെ. ക്രിസ്ത്യാനിയും കാസയും തമ്മിൽ അന്തരമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിനൊക്കെ കൂട്ടിക്കെട്ടി അവരെ വെറുക്കാനോ ഹിന്ദുക്കളെ വെറുക്കാനോ ക്രിസ്ത്യാനികളെ വെറുക്കാനോ ഒന്നും നമ്മൾ മുതിരേണ്ടതില്ല. ഇതൊക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഹിന്ദുത്വയും ഹിന്ദുക്കളും വ്യത്യാസമുണ്ട്, കാസയും ക്രിസ്ത്യാനികളും വ്യത്യാസമുണ്ട്, ഹിന്ദുത്വയും ഹിന്ദുമതവും വ്യത്യാസമുണ്ട്, കാസയും അതുപോലെ തന്നെ ക്രിസ്തുമതവും വ്യത്യാസമുണ്ട്. ഇവരൊന്നും പ്രതികരിക്കുന്ന അതിനെ യഥാർത്ഥ വേർഷനെ അല്ല ഇവരൊക്കെ പ്രതികരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം ഇതിനെതിരെ കുരച്ചു ചാടുക എന്ന് പറയുന്നത് ഈ പറയുന്ന ഉദ്ദേശം മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം. അത് പടച്ചതമ്പുരാന്റെ കളിയും അതുപോലെ തന്നെ ഇവരുടെ ഇത്തരം പ്രവർത്തനങ്ങളും എല്ലാം കൂടിച്ചേരുമ്പോൾ ഇതിന്റെയൊക്കെ പിന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് ഒരു കുറേ മനുഷ്യന്മാർക്ക് തിരിയും എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്പം ആശ്വാസമായിട്ടുള്ളത്. ഇവരൊന്നും മിണ്ടാതെ നമ്മൾ പോയിരുന്നെങ്കിൽ ഇത്രയൊന്നും ഇത് ചർച്ചയാവൂല, ഒട്ടും ചർച്ചയാവൂല. അതിനെ കണ്ട് അവർ വീട്ടിൽ പോയിരിക്കുള്ളൂ. പക്ഷെ ഇതിപ്പോ എല്ലാം ചർച്ചയായി. അതിനുശേഷം ജനിച്ച ആളുകളടക്കം, കുട്ടികളടക്കം, വിദ്യാർത്ഥികളടക്കം, യുവാക്കളടക്കം, ഇപ്പോ 23 വയസ്സായിട്ടുണ്ടാവൂലേ അതിനുശേഷം ജനിച്ച ആള്. ഇന്നലെ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി എന്നോട് പറയാണ്, ഈ സംഭവത്തിന് ശേഷമാണ് ഈ ബാബ ബജറംഗി ആരാണെന്ന് ഞാൻ അന്വേഷിച്ചത് എന്നൊരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി പറയാണ്. 25 വയസ്സുള്ളൂ. അഥവാ ഈ സംഭവം നടക്കുമ്പോ 2 വയസ്സേ ആ കുട്ടിക്കുണ്ടാവും, ആ ചക്കനുണ്ടാവുള്ളൂ. അപ്പൊ അത് ഇതിന്റെ വലിയൊരു അഡ്വാൻറ്റേജ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, അള്ളാഹു ചില തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നു. ആ തന്ത്രത്തെ മറികടക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുമായി ബന്ധപ്പെട്ട് വേറെയും ചില വിശദാംശങ്ങളുണ്ട്, പറയേണ്ട, നമ്മൾ അറിയേണ്ട ചില സംഗതികളുണ്ട്. അള്ളാഹുവിന്റെ ഇത്തരം തന്ത്രപരമായ ഇടപെടലുകൾ നമ്മൾ അറിയേണ്ടതുണ്ട് ഈ വിഷയത്തിൽ. ഇപ്പോൾ അത് വിശദീകരിച്ച് ഞാൻ പോകുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവരെന്താ പിന്നെ കാണിച്ചതെന്താണ് ചോദിച്ചാൽ, ഞങ്ങൾ ഒറ്റയ്ക്ക് ഇതിനെ നേരിട്ടാൽ ഇതത്ര ക്ലച്ച് പിടിക്കൂല എന്ന് തോന്നിയപ്പോൾ ക്രിസ്ത്യാനികളെയും കൂടെ പിടിച്ചു. അതാണ് ഇവർ പിന്നെ ചെയ്തത്. അതിനെന്താ അവർ പറഞ്ഞുണ്ടാക്കിയത്? ഓർഗനൈസർ എന്താ പറഞ്ഞുണ്ടാക്കിയത്? ഇത് ക്രിസ്തുമതത്തിനെതിരാണ്, ഇത് ക്രിസ്തുമതത്തിനെതിരാണെന്നാണ് പറഞ്ഞത്. ഓർഗനൈസറിന്റെ ചില ചോദ്യങ്ങളുണ്ട്. ക്രിസ്തു എന്ത് അപരാധം ചെയ്തെന്നാണ് കഥാകൃത്ത് വിചാരിക്കുന്നത്? അതുപോലെ തന്നെ കറുത്ത മാലാഖ ആരാണ്? അതുപോലെ തന്നെ ഇരുട്ടിന്റെ ശക്തികൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെക്കുറിച്ചാണ്? അറിഞ്ഞോ അറിയാതെയോ പിശാചിനെ മഹത്വവൽക്കരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള പരാമർശങ്ങൾ ഓർഗനൈസർ നടത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ 3 ലേഖനങ്ങളാണ് ഇത് സംബന്ധമായിട്ട് ഓർഗനൈസർ എന്ന് പറഞ്ഞാൽ RSSന്റെ മുഖപത്രമാണ് എഴുതിയിട്ടുള്ളത്. ഇതിനകത്ത് ഒരു ക്രിസ്തുമതത്തെ ആക്ഷേപിക്കുന്നില്ല. ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും പറഞ്ഞു, ഇറ്റ് ഈസ് അഗൈൻസ്റ്റ് ക്രിസ്ത്യൻ ഫെയ്ത്ത് ആൻഡ് ക്രോസ് എന്ന് കഴിഞ്ഞ ദിവസം ഇന്നലെ മിനിഞ്ഞാന്ന് പിന്നെ വഖഫ് ബില്ലിന്റെ ചർച്ചയിൽ അദ്ദേഹവും പറഞ്ഞു. പിന്നെ അഗൈൻസ്റ്റ് ക്രിസ്ത്യൻ ഫെയ്ത്ത് ആൻഡ് ക്രോസ് എന്ന്, അഥവാ ക്രിസ്തുമതത്തിന്റെ വിശ്വാസത്തിനൊക്കെ ഇത് എതിരാണെന്ന് അദ്ദേഹവും പറഞ്ഞു. എന്ത് കണ്ടിട്ടാണ് ഇത് പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. പ്രക്ഷോഭമായിട്ട് ക്രിസ്ത്യൻ സഹോദരന്മാർ രംഗത്തില്ല, സഭയൊന്നും രംഗത്തില്ല എന്നാണ് വിചാരിക്കുന്നത്. ഇതിനകത്ത് ഒരു ക്രിസ്ത്യാനിയെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. ഇതിനകത്ത് ക്രിസ്തുമതത്തിന് എതിരുമല്ല. പിന്നെന്താണ് കൂടെ പിടിച്ച്
പരസ്പരം ഈ വിഷയത്തിൽ സഹകരിച്ച് നേരിടുക എന്ന ഉദ്ദേശമാണ്. ഇത് വർത്തമാനം കേട്ട വിചാരിക്കും ഈ ക്രിസ്ത്യാനികളോടും ക്രിസ്തുമതത്തോടും യേശു ക്രിസ്തുവിനോടൊക്കെ സംഘപരിവാറിന് ഭയങ്കര മഹബത്താണെന്ന് തോന്നും ഈ വർത്തമാനം കേട്ടാൽ. എന്ന് യഥാർത്ഥത്തിൽ എന്താ സംഭവം? കഴിഞ്ഞ മാർച്ച് 16-ാം തീയതി, മാർച്ച് 22-ാം തീയതി, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള കടന്നാക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ക്രിസ്തു എന്ത് തെറ്റാ ചെയ്തതെന്ന് കഥാകൃത്ത് എന്തറിഞ്ഞിട്ടാണ് ഇത് പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ഓർഗനൈസറിന്റെ ആളുകളോട് നമുക്ക് ചോദിക്കാനുള്ളത്, സംഘപരിവാറിനോട് നമുക്ക് ചോദിക്കാനുള്ളത്, ഈ തൊട്ടടുത്ത ദിവസമാണ് പശ്ചിമ ബംഗാളിൽ ഒരു പ്രാർത്ഥനാ സദസ്സിലേക്ക് സംഘപരിവാറിന്റെ വനിതകളടക്കം അക്രമികൾ കൂട്ടമായി ചെന്നുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നവരെ മർദ്ദിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ക്രിസ്തുവിന്റെ സ്തൂപത്തിന്റെ മുൻപിൽ അതിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് തുളസി ചെടി നടുകയും ചെയ്തതിന്റെ ഫോട്ടോ പോലും സോഷ്യൽ മീഡിയയിൽ ശക്തമായി പ്രചരിക്കുന്നുണ്ട്. അവരാണ് പറയുന്നത് ഈ ക്രിസ്തു എന്ത് ചെയ്തിട്ടാണ് കഥാകൃത്ത് ഇങ്ങനെയൊക്കെ വച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിന്റെ പേരല്ലേ പച്ചയായ കാപട്യം എന്ന് പറയുന്നത്. ഏറ്റവും രസകരമായ സംഗതി, ഈ അക്കബില്ലിന്റെ ചർച്ച നടന്നല്ലോ, അത് പാസ്സാക്കിയെടുത്തല്ലോ. അതിന്റെ തൊട്ടുടനെ കേരളത്തിൽ നിന്നുള്ള MP-മാര് പാർലമെന്റിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. ആ വാർത്ത കണ്ടവരൊക്കെ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. വഖഫ് ബില്ലിന്റെ ചർച്ച കഴിഞ്ഞ ഉടനെ അത് പാസ്സാക്കി, അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇറങ്ങിപ്പോയി. എന്താ കാര്യം എന്നറിയാമോ? ജയ്പൂരിൽ ക്രിസ്ത്യൻ തീർത്ഥാടകരെ ആക്രമിച്ചു, അതിനെക്കുറിച്ച് ചർച്ച വേണമെന്ന് പറഞ്ഞു. സ്പീക്കർ അത് സമ്മതിച്ചില്ല. അതിന്റെ പേരിൽ കേരളത്തിൽ നിന്നുള്ള MP-മാരൊക്കെ കൂടി പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി. ഇത് രണ്ടും ഒരേ സമയത്ത് നടക്കണമെന്ന് നമ്മൾ ആലോചിക്കണം. ഒരേ സമയത്ത് KCBCയും CBCI ഒക്കെ ഈ വഖഫിനെ പിന്തുണക്കുകയും അതേ ചർച്ച നടന്നതിന്റെ തൊട്ടുടനെ പാർലമെന്റിൽ അവർക്കെതിരെയുള്ള ആക്രമണത്തെ അപലപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, പ്രമേയം അവതരിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യം ഉന്നയിക്കുകയും ചെയ്യുന്ന വലിയ ഒരു വൈരുദ്ധ്യത്തിന് ഇന്നലെ പാർലമെന്റ് സാക്ഷിയായി എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ നമുക്ക് ചിലത് പറയാനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ക്രിസ്ത്യൻ പ്രേമത്തിന്റെ ഭാഗമായിട്ടൊന്നുമല്ല ഇത്. ഒരു ക്രിസ്ത്യാനിയോട് ഇവിടുത്തെ സംഘപരിവാറിന് യാതൊരു താല്പര്യവുമില്ല. പക്ഷെ അത് സഭക്ക് തിരിഞ്ഞിട്ടോ തിരിയാഞ്ഞിട്ടോ എന്തോ കിടന്ന് തിരിയുകയാണ് എന്നതാണ് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകുന്നത്. അത് മറ്റൊരു വിഷയമാണ്. ഞാൻ പറയുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്. ഏത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ പറഞ്ഞല്ലോ, ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ ഇവർ ശ്രമിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഏത്? സംഘപരിവാറിനെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ വിമർശിക്കലാണ്, സംഘപരിവാറിനെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ അധിക്ഷേപിക്കലാണ് എന്ന ഒരു പൊതുബോധം ഇവിടെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു ഞാൻ പറഞ്ഞല്ലോ. കുറച്ചൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ കേരളത്തെ ഏറ്റവും വലിയ നടന് ക്ഷമ പറയേണ്ടി വന്നത്. എന്ത് ചെയ്തിട്ടാണ്? ഇവിടെ എന്താ ചെയ്തത്? അതിലൂടെ എന്താണ് ഈ ചിത്രത്തിലൂടെ ചെയ്തത്? ഗുജറാത്ത് കലാപത്തെ ആവിഷ്കരിച്ചതോ? ഗുജറാത്ത് കലാപം എന്ന് പറഞ്ഞത് സ്റ്റോറിയല്ല. ഗുജറാത്ത് കലാപം എന്ന് പറയുന്നത് ഹിസ്റ്ററിയാണ്, കഥയല്ലത്, ചരിത്രമാണ്. നടന്നതാണ് ഈ ഭൂമിയിൽ, ഈ ഭൂമുഖത്ത് നടന്നതാണ് 23 കൊല്ലം മുമ്പ്. എന്നാൽ കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ ഇറങ്ങിയല്ലോ. കേരളത്തിൽ ആകെ ലവ് ജിഹാദാണെന്ന് പറഞ്ഞുകൊണ്ട് 32,000 പെണ്ണുങ്ങളെ ഇവിടെ അടിച്ചുമാറ്റി കൊണ്ടുപോയി IS-ലും തീവ്രവാദത്തിനും പ്രേരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിതിവൃത്തമാക്കിയിട്ടുള്ള, അഥവാ ഈ സംഘപരിവാറിന്റെ അധികാരത്തിന്റെ തണലിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരടക്കം മുഴുവൻ ഏജൻസികളും അങ്ങനെ ഒരു ലവ് ജിഹാദ് വിടില്ല എന്ന് അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ മുഴുവൻ അന്വേഷണ ഏജൻസികളും, സർക്കാരിന്റെ ഉത്തരവാദിത്വപ്പെട്ട മുഴുവൻ അന്വേഷണ ഏജൻസികളും ലവ് ജിഹാദ് കേരളത്തിലില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാ അന്വേഷണ ഏജൻസികളും തള്ളിക്കളഞ്ഞ, പച്ചക്കള്ളമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ഈ പച്ചക്കള്ളത്തെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്ന് ഉണ്ടാക്കിയതാണ് കേരള സ്റ്റോറി. ആ കേരള സ്റ്റോറി ഇവിടെ ഉണ്ടാക്കാം. ഇല്ലാത്തത് പറഞ്ഞ് പച്ചക്കള്ളവും കല്ലുവച്ച നുണയും പറഞ്ഞുകൊണ്ട് കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഇവിടെ ആവിഷ്കരിക്കാം. അതേസമയം 2002 ഈ ഇന്ത്യയുടെ ഭൂമിയിൽ നടന്ന ആ വസ്തുത, ആ ഹിസ്റ്ററി, അത് ആവിഷ്കരിക്കാൻ പാടില്ല. അത് ആവിഷ്കരിച്ചാൽ ക്ഷമ പറയേണ്ടി വരും, അത് ആവിഷ്കരിച്ചാൽ അപ്ലൈ ചെയ്യേണ്ടി വരും എന്ന് പറയുന്ന എന്തർത്ഥത്തിലാണ്? അപ്പൊ അത് ചെയ്യുമ്പോൾ അതിനർത്ഥം എന്താണ്? ഇന്ത്യയിലെ കേരളത്തിലെ തന്നെ പ്രമുഖനായ നടൻ മാപ്പപേക്ഷിക്കേണ്ടി വരികയും ഫേസ്ബുക്കിലൂടെ മാപ്പപേക്ഷിക്കേണ്ടി വരികയും
അതിന്റെ നിർമ്മാതാക്കൾ സെൻസർ ബോർഡിന്റെ മുമ്പിൽ ഇതൊന്ന് സെൻസർ ചെയ്ത് തരയണമേ എന്ന് പറഞ്ഞുകൊണ്ട് യാചിക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരു ഗതികേട് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് വല്ലാണ്ട് സംസാരിക്കുന്നുണ്ടല്ലോ. പിന്നെ കേരള സ്റ്റോറി ഇറങ്ങിയപ്പോ ഇവര് വല്ലാണ്ട് സംസാരിച്ചില്ലേ? ഭരണകൂടത്തിന്റെ പിന്തുണയോടുകൂടി എല്ലാവിധ കൊട്ടിഘോഷങ്ങളോടും കൂടി ഈ 32,000 പെണ്ണുങ്ങളെ കടത്തിക്കൊണ്ടുപോയി എന്ന് പറയുന്ന അത് വിശദീകരിക്കുന്ന ലവ് സ്റ്റോറി തിയേറ്ററുകളിലൊക്കെ ഓടിക്കാൻ വേണ്ടി എല്ലാവിധ പിന്തുണയും കൊടുത്ത് അത് ഓടുന്നത് കണ്ടിട്ട് ഇവിടെ സംഘപരിവാർ അർമാദിച്ചില്ലേ? എന്നിട്ടെന്തേ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യ ബോധം എമ്പുരാന്റെ കാര്യം വന്നപ്പോ ഇവർ മറന്നുപോയത്? എന്തുകൊണ്ടാണ്? അപ്പൊ ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല, ആരെന്ത് ആവിഷ്കാരം ഉണ്ടാക്കിയാലും അത് സംഘപരിവാറിനെതിരാണെങ്കിൽ അത് കുറ്റകൃത്യമാണ് എന്ന നരേറ്റീവാണ് ഇവിടെ ഉത്പാദിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് അതിനെ ഇവിടെ ചോദ്യം ചെയ്യേണ്ടി വരും. അത് ഹിന്ദുക്കളെ ചോദ്യം ചെയ്യലല്ല, അത് ഹിന്ദുക്കളെ അധിക്ഷേപിക്കലല്ല. ഒരു ഹിന്ദുവിന്, യഥാർത്ഥ ഹിന്ദുവിന് സംഘപരിവാറുകാരനാവാൻ കഴിയില്ല. ഒരു യഥാർത്ഥ ഹിന്ദുവിന് ഹിന്ദുത്വ ശക്തിയായി മാറാൻ കഴിയില്ല. ഒരു ഹിന്ദുവിന് ഒരിക്കലും ഇവർ കാണിച്ച ഗുജറാത്ത് കലാപത്തിൽ കാണിച്ച ക്രൂരമായ കൃത്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ മാർച്ചിൽ ഉറുദു കവിയും കോൺഗ്രസിന്റെ രാജ്യസഭാ അംഗവുമായ ഇമ്രാൻ പ്രതാപ്ഗരി എന്ന് പറയുന്ന അദ്ദേഹം ഉറുദു കവിയാണ്. അദ്ദേഹം 46 സെക്കൻഡുള്ള ഒരു കവിത അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. ആ കവിത ഇങ്ങനെയാണ്: രക്തദാഹികളെ കേൾക്കൂ, നേരിനായുള്ള പോരാട്ടം ന്യായമെങ്കിൽ സ്നേഹത്തോടെ ഞങ്ങളത് നിർവഹിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉറുദു കവിതയാണ്. അദ്ദേഹം അത് പോസ്റ്റ് ചെയ്തു. തൊട്ടു പിന്നാലെ ഗുജറാത്ത് പോലീസ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തു, ക്രിമിനൽ കേസെടുത്തു. ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണെന്ന് നിങ്ങൾ ആലോചിക്കും. ഇതാണ് ഈ കവിത, ഇത്രേ ഉള്ളൂ. ഈ പറഞ്ഞതാണ് കവിത. ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയ കേസെടുത്തത്? ഭാരതീയ ന്യായ സംഹിതയുടെ വകുപ്പ് 197 ദേശീയോദ്ഗ്രന്ഥനത്തിന് വിരുദ്ധം, വകുപ്പ് 299 ബോധപൂർവം മതവികാരം വ്രണപ്പെടുത്തൽ, വകുപ്പ് 302 മതവികാരം വ്രണപ്പെടുത്തുന്ന സംസാരം, പിന്നെയും ചില വകുപ്പുകളൊക്കെ ഉണ്ട്. ഈ വകുപ്പുകളൊക്കെ ചുമത്തി 3 കൊല്ലത്തിനും 7 കൊല്ലത്തിനും ഇടയിലുള്ള ശിക്ഷ കിട്ടാൻ പറ്റുന്ന വകുപ്പുകളൊക്കെ ചുമത്തി. എന്ത്? ഈ കവിത. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിക്കുന്ന ആളുകളാണ്. ഈ കവിത ഗുജറാത്ത് പോലീസ് ക്രിമിനൽ കേസെടുത്തു. ഇമ്രാൻ പ്രതാപ്ഗരി കോടതിയോട് ആവശ്യപ്പെട്ടു ആ കേസ് പിൻവലിക്കണമെന്ന്. പിൻവലിച്ചില്ല. ഗുജറാത്ത് ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. ഇത് ഈ പറയുന്ന കുറ്റകൃത്യമല്ല, അതുകൊണ്ട് ഈ കേസ് റദ്ദാക്കണമെന്ന്. ഗുജറാത്ത് ഹൈക്കോടതിയാണ് നമ്മൾ ആലോചിക്കണം. ഗുജറാത്ത് ഹൈക്കോടതി ആ കേസ് റദ്ദ് ചെയ്തില്ല. റദ്ദ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഉടൻ അദ്ദേഹം പരമോന്നത നീതിപീഠത്തിന്റെ മുമ്പിൽ ചെന്നു. സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. സുപ്രീം കോടതി ആ സംഭവം പഠിച്ചതിന് ശേഷം സുപ്രീം കോടതി പറഞ്ഞു ആ കേസ് റദ്ദാക്കണം. എന്നിട്ട് ഗുജറാത്ത് പോലീസിനോടും ഗുജറാത്ത് ഹൈക്കോടതിക്കും കണക്കിന് കൊടുത്തു സുപ്രീം കോടതി. സുപ്രീം കോടതി ഗുജറാത്ത് പോലീസിനോട് പറഞ്ഞു, പോലീസ് ഇത്ര തരം താഴരുതായിരുന്നു, പോലീസ് രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ഒരിക്കലും കേസെടുക്കരുതായിരുന്നു എന്ന് ഗുജറാത്ത് പോലീസിനോട് പറഞ്ഞു. ഗുജറാത്ത് ഹൈക്കോടതിയോട് പറഞ്ഞു, സംസാരിക്കുന്നതോ എഴുതുന്നതോ ഒക്കെ ആയ കാര്യങ്ങൾ ചിലപ്പോൾ നമുക്കിഷ്ടപ്പെട്ടില്ലെന്നിരിക്കാം, ജഡ്ജികളായ നമുക്കിഷ്ടപ്പെട്ടില്ലെന്നിരിക്കാം. പക്ഷേ ഭരണഘടനയിലെ 19(1) പ്രകാരമുള്ള 19 പ്രകാരമുള്ള ഈ മൗലിക അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത് കോടതികളുടെ ബാധ്യതയാണ്. അഥവാ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കേണ്ടത് കോടതികളുടെ ബാധ്യതയാണ് എന്ന് കോടതികളെ ഓർമ്മിപ്പിച്ചു. മാത്രമല്ല ഭരണഘടനയുടെ ആദർശങ്ങളും ചവിട്ടിമെതിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് കോടതിയാണ് എന്ന് ഗുജറാത്ത് ഹൈക്കോടതിയെ ഓർമ്മിപ്പിച്ചു. വേറെയും കുറെ വർത്തമാനങ്ങളൊക്കെ ഗുജറാത്ത് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്, സുപ്രീം കോടതി ഗുജറാത്ത് ഹൈക്കോടതിയോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ കേസ് റദ്ദാക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, നമ്മളുടെ മഹാരാഷ്ട്രയിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു സ്റ്റാൻഡപ്പ് കമേഡിയനായിട്ടുള്ള കുനാൽ കുംബ്ര അറിയപ്പെടുന്ന ഒരു കമേഡിയനാണ് അദ്ദേഹം അവിടുത്തെ ഉപമുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് ഒരു കോമഡി പരിപാടി അവതരിപ്പിച്ചു. ആ കോമഡി പരിപാടി അത് അവതരിപ്പിച്ചതോട് കൂടി എന്താ സംഭവിച്ചതറിയാമോ? ആ കോമഡി പരിപാടി ഷൂട്ട് ചെയ്ത ആ സ്റ്റുഡിയോ തന്നെ ഇവരങ്ങോട്ട് തകർത്തു കളഞ്ഞു. ശിവസേന ഷിൻഡെ വിഭാഗം തകർത്തു കളഞ്ഞു.
തൊട്ടുടനെ നമ്മൾ കാണുന്ന കാഴ്ച അത് തകർത്തെന്ന് മാത്രമല്ല, ആ സ്റ്റുഡിയോ ഇരുന്ന ബിൽഡിംഗിൽ എൻക്രോച്ച്മെന്റ് ഉണ്ട്, അനധികൃതമായിട്ട് നിർമ്മിച്ച പലതും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബുൾഡോസറായിട്ട് വന്നു മുനിസിപ്പൽ കോർപ്പറേഷൻ. എന്നിട്ട് അതും പൊളിച്ചു നീക്കി. ഇതിനെല്ലാം പുറമെ പോലീസ് കേസെടുത്തു അദ്ദേഹത്തിനെതിരെ. ആ കേസിൽ മാനനഷ്ട കേസ് കൂടിയുണ്ട്. കേസിന്റെ അതിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറഞ്ഞതാണ്, മാനനഷ്ടം കേസ് എടുക്കുന്നതാരാ? മാനനഷ്ടം സംഭവിച്ച ആളല്ലേ ആ കേസ് പരാതി കൊടുത്ത ആ കേസ് എടുക്കേണ്ടത്. ഇത് പോലീസ് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് കാണിക്കുകയാണ്. ഈ രംഗങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന കാഴ്ച പോലീസ് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആകുകയും സ്പെഷ്യൽ ഇൻട്രസ്റ്റ് കാണിക്കുകയൊക്കെ ചെയ്യുകയാണ്. അദ്ദേഹം പറയാത്ത കാര്യത്തിൽ അദ്ദേഹത്തിന് വേണ്ടി കേസ് എടുക്കുകയാണ്, മാനനഷ്ട കേസ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതേസമയം സ്റ്റുഡിയോ തല്ലി പൊളിച്ച് കളഞ്ഞ ഒന്നും ഈ പോലീസുകാർ കണ്ടിട്ടുമില്ല. ഇത് അവിടെ മാത്രം നടക്കുന്ന കാര്യമല്ല, ഇത് പല ഘട്ടത്തിലും നമ്മുടെ കേരളത്തിലും നടന്നിട്ടുണ്ട്. ഈ ഇരട്ട നീതി എന്ന് പറയുന്നത് ആണ് ഇവിടുത്തെ എല്ലാറ്റിന്റെയും പ്രശ്നം. ഈ ഇരട്ട നീതിയുടെ ഗ്രാവിറ്റി ഇനി വരുന്ന ഭാവിയിൽ ഇന്ത്യയിൽ വർദ്ധിക്കാൻ പോവുകയാണ്. വഖഫ് ബില്ലും കൂടി പാസ്സായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ഖുതുബയിൽ നമുക്ക് അതിനെക്കുറിച്ച് ചിലത് പറയാനുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഇതൊക്കെ എന്തിനാണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ രാജ്യത്ത് നമുക്ക് ചുറ്റും നമ്മുടെ സറൗണ്ടിങ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് എന്ന ഒരു ബോധവും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട്. വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമുക്കിതിനെ അഭിമുഖീകരിച്ചേ മതിയാകൂ. മുസ്ലിങ്ങൾ എന്നുള്ള നിലക്ക് നമുക്കിതിനെ അഭിമുഖീകരിച്ചേ മതിയാകൂ. ഒന്നാമത്തെ കാര്യം, ഒന്ന് നമ്മൾ മുസ്ലിങ്ങളാണ്. രണ്ടാമത്തേത്, ഈ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലും അതിനുശേഷം നടന്ന പുനർനിർമ്മാണ പ്രക്രിയയിലുമെല്ലാം നിർണായകമായ പങ്ക് വഹിച്ചവരുടെ പിൻഗാമികളാണ് നമ്മൾ. അതുകൊണ്ട് നമുക്കിതിനെ അഭിമുഖീകരിച്ചേ മതിയാകൂ. പേടിച്ചു പറിച്ചു നിൽക്കലല്ല, തന്റെ ഇടത്തോടുകൂടി ആത്മാഭിമാനത്തോടുകൂടി അഭിമുഖീകരിക്കണം. എല്ലാ അഭിമാനത്തോടും കൂടി ഇവിടെ മറ്റാരെക്കാളും ഉറപ്പിച്ച് നമ്മൾ പറയുന്നു, ഈ രാജ്യത്ത് ജീവിക്കുന്ന മറ്റാരെക്കാളും ആത്മാഭിമാനത്തോടുകൂടി ഇതിനെ അഭിമുഖീകരിക്കാനുള്ള അവകാശം ഈ ഇന്ത്യ രാജ്യത്ത് ജനിച്ചു വീണ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മുസ്ലിമിനുമുണ്ട്, കഴിയും, അവകാശമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ അതിന് ഞാൻ വേറൊരു സമുദായ മുസ്ലിമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തലവേർത്തിയിട്ട് കാര്യമില്ല. നമ്മൾ അള്ളാഹുവുമായിട്ട്, അഥവാ എമ്പുരാനടക്കം ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾക്ക്, കുറച്ച് ചാടലുകൾക്ക്, സംഘപരിവാറിന്റെ കുറച്ച് ചാടലുകൾക്ക് വിധേയമാകുമ്പോൾ നമുക്ക് തടയണ തീർക്കാനുള്ള ആർജവം കൈവരിക്കാൻ ഉടയ തമ്പുരാൻ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പടച്ച തമ്പുരാൻ മാത്രമേ ഉള്ളൂ. ആ പടച്ച തമ്പുരാനുമായിട്ടുള്ള അടുപ്പം ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇതിനുള്ള ഊർജം സംഭരിക്കേണ്ടത്. വൈൻ തസ്ബിറു വതത്തഖു, നിങ്ങൾ പിന്നെ സബർ കാണിക്കുകയും തഖ്വ പാലിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് വലിയ ഒരു കാര്യമാണ് എന്ന് മാത്രമല്ല, ഒരർത്ഥത്തിലും അവരുടെ കുതന്ത്രങ്ങളൊന്നും നിങ്ങളെ ഏശുകയുമില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം നൽകുകയാണ്. അതുകൊണ്ട് നമ്മൾ പടച്ച തമ്പുരാനുമായിട്ട് ഒന്നാമത് വേണ്ടത്, നമ്മുടെ ചുറ്റുവട്ടത്തെക്കുറിച്ച് ഞാൻ പറയുന്നു, എൻ്റെ ഖുതുബ കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചുറ്റുവട്ടത്തെക്കുറിച്ചുള്ള ഒരു ബോധം നമുക്കുണ്ടാവണം. ആ ബോധം ഉണ്ടായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇതിനെ അഭിമുഖീകരിക്കണം, ആർജവത്തോടുകൂടി അഭിമുഖീകരിക്കണം എന്ന ഒരു ബോധ്യം ഉണ്ടാകും. ആ ബോധ്യമുണ്ടാകുമ്പോൾ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം നമുക്കതിന് കൂടുതൽ ഉപകാരപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചാമ്പുരാൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഅൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ